ചോട്ടാനിക്കരയ്ക്ക് സമീപമുള്ള കണ്ടാരപ്പള്ളി ഇല്ലത്തിന്റെ കാരണവരായിരുന്നു ഗുപ്തൻ നമ്പൂതിരി. അദ്ദേഹം കഥകളിക്ക് വലിയ ആസ്വാദകനായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം തൃപ്പൂണിത്തുറയിൽ നടക്കാനിരുന്ന കഥകളി കാണാൻ പോകാൻ അദ്ദേഹം തയ്യാറായി. പോകുന്ന വഴിയിൽ തന്റെ ഗുരുനാഥനായ കോശാപ്പള്ളി നമ്പൂതിരിപ്പാട് താമസിക്കുന്ന മനയിൽ ചെന്നു ദേവീമാഹാത്മ്യം എന്ന ഗ്രന്ഥം നൽകണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം വേഗത്തിൽ യാത്ര തിരിച്ചു. അന്ന് പൗർണമി രാത്രി ആയിരുന്നു. വഴിയിൽ നടക്കുമ്പോൾ എവിടെ നിന്നോ പാലപ്പൂവിന്റെ ശക്തമായ മണം വന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ വൈന്തലകോട്ട് വാര്യത്തെ കാമാക്ഷി വാരസ്യാർ ആണ് എന്ന് പരിചയപ്പെടുത്തി ഇരുവരും വഴിയിലൂടെ പല കാര്യങ്ങളും സംസാരിച്ചു നടന്നു. അങ്ങനെ അവർ കോശാപ്പള്ളി മനയുടെ മുന്നിലെത്തി. ഗുപ്തൻ നമ്പൂതിരി അകത്ത് ചെന്നു ഗുരുനാഥനെ വണങ്ങി കൈവശമുണ്ടായിരുന്ന ദേവീമാഹാത്മ്യം അദ്ദേഹത്തിന് നൽകി. ഗ്രന്ഥം സ്വീകരിച്ച ശേഷം കോശാപ്പള്ളി നമ്പൂതിരി ശിഷ്യനോട് ഒരു ഭയങ്കര സത്യം പറഞ്ഞു. നിനക്കൊപ്പം വാരസ്യാരുടെ വേഷത്തിൽ വന്നിരിക്കുന്നത് ഒരു യക്ഷിയാണ്. നിന്റെ കൈവശം ദേവീമാഹാത്മ്യം ഉണ്ടായിരുന്നതിനാലാണ് ഇതുവരെ അവൾക്ക് നിന്നെ ഉപദ്രവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കേട്ട് ഗുപ്തൻ നമ്പൂതിരി പുറത്തേക്ക് നോക്കിയപ്പോൾ ആ സ്ത്രീ ഭീകരരൂപത്തിലുള്ള യക്ഷിയായി മാറി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ കോശാപ്പള്ളി നമ്പൂതിരി തന്റെ വിഴുപ്പുതോർത്ത് ഗുപ്തൻ നമ്പൂതിരിക്ക് നൽകി. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഉടൻ ചോട്ടാനിക്കര അമ്പലത്തിൽ പോയി അമ്മയെ അഭയം പ്രാപിക്കണം. ഗുപ്തൻ നമ്പൂതിരി ഉടൻ ഇല്ലത്തുനിന്നും ഇറങ്ങി ഓടി. യക്ഷിയും പിന്നാലെ പിന്തുടർന്നു. അല്പസമയത്തിനകം അദ്ദേഹം ചോട്ടാനിക്കര ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ എത്തി. ക്ഷേത്രത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് യക്ഷി അദ്ദേഹത്തെ പിടിച്ചുവലിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അദ്ഭുതകരമായ സംഭവം നടന്നു. ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്ന് ചോട്ടാനിക്കര അമ്മ ഭദ്രകാളി രൂപത്തിൽ പുറത്തുവന്നു. അമ്മ തന്റെ പള്ളിവാൾ എടുത്ത് യക്ഷിയുടെ തലവെട്ടി. ആ തല തെക്കേക്കുളത്തിൽ എറിഞ്ഞുവെന്ന് വിശ്വാസം പറയുന്നു. ഈ സംഭവത്തിനു ശേഷമാണ് ചോട്ടാനിക്കര അമ്മയെ ഭൂതപ്രേതബാധകൾ നീക്കുന്ന ദേവിയായി ആളുകൾ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങിയതെന്ന് പറയുന്നു.